യേശുവിൻ മാർവിൽ ചാരിടുക, സഹായിക്കും താനെല്ലാ നാളും. വിശ്വസിക്കിൽ തൻ ദിവ്യ സ്നേഹം, ഗീതത്താലുള്ള നിറയും. ചാരിടുക നിത്യസ്നേഹത്താൽ, ചാരിടുക തൻ കൃപയതിൽ, ചാരിടുക സ്വർപ്പുരം നോക്കി രക്ഷകനിൽ ചാരിടുക. യേശുവിൻ മാർവിൽ ചാരിടുക, വെളിച്ചമേകും പാതയെല്ലാം പിൻചെൽക തൻ വഴിയെ മോദാൽ, ശാന്തസ്വരം ശ്രവിക്കുക. ചാരിടുക നിത്യസ്നേഹത്താൽ, ചാരിടുക തൻ കൃപയതിൽ, ചാരിടുക സ്വർപ്പുരം നോക്കി രക്ഷകനിൽ ചാരിടുക. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഉറങ്ങി ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ നല്ല പ്രഭാതത്തിൽ അപ്പാ പിതാവേ എന്ന് നോക്കി വിളിപ്പാൻ തക്കവണ്ണം സമാധാനം തന്നല്ലോ, സൗഖ്യം തന്നല്ലോ, സുബോധം തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി അപ്പാ. രാത്രികാലം മുഴുവൻ സൂക്ഷിച്ച് പരിപാലിച്ചു. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരിക. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ സമർപ്പിക്കട്ടെ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗമേ, ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ. ഇന്നുവരെ അത്ഭുതം പ്രവർത്തിച്ച നല്ല പിതാവ് ഞങ്ങളെ വീണ്ടും നടത്തുവാൻ സർവശക്തനാകിയാൽ സ്തോത്രം. അബലമുള്ള കരങ്ങളിലോട്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനം തന്ന മക്കളെ സമർപ്പിക്കട്ടെ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പൈതങ്ങൾ, 10ലും 11ലും 12ലും പഠിക്കുന്ന മക്കൾ, കർത്താവ് ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട് കർത്താവെ. OITയും IELTSും പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, എല്ലാവരെയും എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. തമ്പുരാൻ്റെ പൊന്നുകരം അവരെ ചേർത്ത് പിടിക്കണം. അപ്പോൾ ജ്ഞാനം ബുദ്ധിയൊക്കെ അവിടുത്തെ പക്കല ദാനമായി കൊടുക്കണേ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭംഗിയായി പരീക്ഷ എഴുതി നല്ല വിജയം കരസ്ഥമാക്കാൻ സ്വർഗം ഇടയാക്കണം. പ്രത്യേകിച്ച് കർത്താവ് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ടപ്പാ, ജയം തന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാണ്. ഞങ്ങൾക്കത് കണ്ണാലെ കാണുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തക്ക തുണയൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. സ്വർഗം അതിനായി എൻ്റെ സ്വർഗത്തിലെ അപ്പൻ അത്ഭുതം ചെയ്യണമേ. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് കരയുന്നവരുണ്ട് കർത്താവേ. തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പച്ചൻ കരുതുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. നല്ല തലമുറകളെ കർത്താവ് കൊടുത്ത് സഹായിച്ചാട്ടപ്പാ. ഗർഭിണികളായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. പലവിധ അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നവരുണ്ട്. യാത്ര ചെയ്ത് ജോലി ചെയ്യേണ്ട മക്കളുണ്ടപ്പാ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത തലമുറ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജോലി കാത്ത് ഹല്ലേലൂയ ഇരിക്കുന്ന കർത്താവേ, സ്വർഗമെല്ലാം അറിയുന്നല്ല നാഥാ. വഴിവാതിൽ തുറന്നു കൊടുത്തേ മതിയാകൂ.
ഒരിക്കലും പറ്റാത്ത നീരർവ തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മുൻപിൽ തുറന്നു കൊടുത്താട്ട് അവർ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജോലി കാര്യങ്ങളെ ചെയ്ത് ദൈവമേ ജീവിപ്പാൻ തക്കണം കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കല്ലേ അപ്പാ. മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ സമ്മതിക്കല്ലേ കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത് സ്വർഗം തുറന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പനങ്ങനെ ചെയ്തു തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. മനസ്സലിയും കരുണയുമുള്ള കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് മനസ്സലിയണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയം, ആർക്കും കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത സ്ഥാനത്ത് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെന്ന് കടന്നു ചെന്നാൽ മതി, അത്ഭുതങ്ങളെ നടക്കുമല്ലോ കർത്താവെ. ഞങ്ങളത് വിശ്വസിക്കുകയാണ്. എൻ്റെ അപ്പൻ്റെ കരം മാത്രം പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഉപജീവനമാർഗത്തിൽ തൃക്കരങ്ങളിലിരുന്ന് തരികയാണ്. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവെ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, വലിയൊരു ശേഷിപ്പ് ഞങ്ങളുടെ പക്കൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ചെറുതും വലുതുമായ ഓരോ ജോലി ചെയ്യുന്ന മക്കളെയും ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ദിനംതോറും കൊടുത്ത് നന്മയായി അനുഗ്രഹമായി സ്വർഗം നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ സ്തോത്രപ്പ സ്തോത്രം. ഈ സമയം കർത്താവെ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഓർക്കുകയാണ്. തൻ്റെ മക്കളുടെ എല്ലാ യാത്രകളിലും കൂടെയിരിക്കണം. സുരക്ഷിതമായി ചെന്ന് ചേരാൻ ഇടയാക്കുമാറാകണം. പ്രത്യേകിച്ചും ഹല്ലേലൂയ കർത്താവേ സ്തോത്രം സ്തോത്രം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ. പല വിഷയങ്ങളുടെ നടുവിൽ കൂടി നീറിപ്പുകയുന്ന മാതാപിതാക്കളുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥത അനുഭവിക്കട്ടെ കർത്താവേ. കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ വളരട്ടെ കർത്താവേ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവർക്കുണ്ടാകട്ടെ. നല്ല ജോലി അവർക്ക് ലഭിക്കട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബമായി മാറട്ടപ്പ. സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അവിടുത്തെ സമാധാനം അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു കർത്താവെ. അപ്പോൾ ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നപ്പ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ ഏൽപ്പിക്കുന്ന കർത്താവ്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാടക ഭവനമൊക്കെ ഒന്ന് ഒഴിഞ്ഞ് സ്വന്തം ഭവനത്തിൽ നിന്ന് തലചായ്പാൻ ഒരവസരം നൽകണമേ, ഒരു ഭാഗ്യം ഒരുക്കണമേ. അതിനായി നിന്റെ ദൂതനെ ഇറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദൃഷ്ടിയിലൊക്കെ ഹല്ലേലൂയ അത് പ്രയാസമായി തോന്നുമെങ്കിലും എൻ്റെ അപ്പൻ ഒരു കാര്യം പ്രയാസമല്ലല്ലോ. പ്രയാസമുള്ള കാര്യമൊക്കെ എൻ്റെ അപ്പൻ്റെ അരികിൽ കൊണ്ടുവരാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവേ. ഈ ആഗ്രഹങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുക. സ്വർഗം തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കുമാറാകണം. കടഭാരമുള്ള മക്കളുണ്ട് കർത്താവേ, അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കുവാൻ സർവ്വസമ്പന്നനാണ് ഞങ്ങളുടെ അപ്പൻ. സ്വർഗം ഇറങ്ങണമേ, ദൂതനെ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം കർത്താവ്. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയഹാലയിലെ പുതുവർഷത്തിൽ പ്രവേശിച്ച മക്കളുണ്ട്. കുടുംബജീവിതത്തിൽ പുതുവയസ്സിലേക്ക് പ്രവേശിച്ചവരുണ്ട്. അപ്പം എൻ്റെ കർത്താവേ, തൻ്റെ മക്കൾക്ക് പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് ഈ പുതുവർഷകാലം കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരം ചാർത്ത് പിടിച്ചോണെ എവിടുന്ന് ആലോചനക്കാരനായിരിക്കണമേ. ആയുസ്സോടെ ആരോഗ്യത്തോടെ കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണേ. സമാധാനത്തോടും സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിക്കുന്നത് ഓർത്ത് നന്ദി. എല്ലാ മഹത്വം അപ്പന് തരിക. അപ്പം ഞങ്ങളുടെ കൊച്ചു തലമുറകളെയൊക്കെ സമർപ്പിക്കുന്ന ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിച്ച് വളർത്തിക്കൊള്ളണേ കർത്താവ്. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാക്കി അവരെ വളർത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം അപ്പ സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ മിടുക്കും സാമർഥ്യം ഒന്നുമല്ലപ്പോൾ അവിടുത്തെ കൃപയാ, അവിടുത്തെ കരുണയാ, ആ ദാനമാ, അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ആരോടും പറയാൻ മേലാത്ത അനേകത വിഷയങ്ങളുടെ നടുവിൽ കൂടി നീറുന്ന ജീവിതങ്ങളുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ അപ്പം അടിയനെ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ച പല വിഷയങ്ങളും അപ്പൻ്റെ സന്നിധിയിലൊന്ന് നൽകി തരികയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഹൃദയങ്ങളെ അന്തരീന്ദ്രങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. വ്യസനത്തിനുള്ള സകല മാർഗങ്ങളും എടുത്തുമാറ്റി ശാശ്വത മാർഗത്തിൽ നടത്തുവാൻ സർവശക്തനാണ്. ഭാരപ്പെടുന്ന വിഷയത്തിന് നടുവിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ്, ജോലിയിലൊക്കെ മേന്മയെ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അതിൻ്റെ മുൻപിൽ പല തടസ്സങ്ങളിട്ടുകൊണ്ട് പിശാച് പോരാടുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവ് അധികാരികളോടൊക്കെ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ബിസിനസ്സിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉണ്ട് കർത്താവ്. അതിൻ്റെ തടസ്സങ്ങളും മുടക്കങ്ങളും സ്വർഗത്തിലെ അപ്പച്ചൻ എടുത്തു മാറ്റണമേ. അനുഗ്രഹത്തിൻ്റെ കരം നീട്ടി കർത്താവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴികളെ വിശാലമാക്കണമേ കർത്താവ്. നന്മയ്ക്കായി ചെയ്യണമേ കർത്താവ്. ദുഷ്ടപ്പോരുകളെ തകർക്കണമേ കർത്താവ്. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം ദൈവമേ സ്തോത്രം. ആമേൻ കർത്താവേ. പല നീറുന്ന വേദനകളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കൾക്കും നല്ല പിതാവായി സകലത്തിൻ്റെ സകലതുമായി ഇറങ്ങിയ മതിയാകുന്നു പ്രാർത്ഥിക്കുകയപ്പാ. സ്തോത്രം. ഈ സമയപ്പച്ച ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്ന കർത്താവേ, ആശുപത്രി മുറികളിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്, ഭവനങ്ങളിൽ കിടക്കയിലായിരിക്കുന്നവരുണ്ട്.
അപ്പോൾ അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. മാനസികമായ അസ്വസ്ഥതകളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ജീവിതങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവെ. തലയ്ക്കകത്ത് വേദനയും മുഴയുമുള്ള ജീവിതങ്ങൾ കർത്താവെ. ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന മക്കൾ കർത്താവെ. അപ്പോൾ യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, കൈകാൾക്ക് ബലമില്ലാത്തവർ, അപ്പോൾ വീൽ ചെയറിലും കിടക്കയിലുമായിരിക്കുന്നവർ, എൻ്റെ ദൈവമായ കർത്താവേ, പൊന്നുകരം ചലിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ തൊട്ടേ മതിയാകൂ, സൗഖ്യപ്പെടുത്തിയേ മതിയാകൂ, സമാധാനത്തിൽ കാത്തേ മതിയാകൂ. എൻ്റെ ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. തൈറോയ്ഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ആസ്മ രോഗികൾ, ത്വക്ക് രോഗമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളെയൊക്കെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഉള്ളതുപോലെ കാണുന്ന കർത്താവ്, ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ഇത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും സൗഖ്യമൊക്കെ തന്നെ നടത്തുന്നതോർത്തും നന്ദി പറയട്ടെ. എന്നാൽ പരിപൂർണമായ വിടുതൽ കൊടുക്കാൻ കഴിവുള്ള ദൈവം, അവിടുന്ന് ആ കാൽവറി ക്രൂശിലെ ഒരു തുള്ളി രക്തം മതി ഞങ്ങളുടെ സർവ്വരോഗങ്ങൾക്കും സൗഖ്യം വരുന്നതാകിയാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളോടും കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗികളും സുഖം പ്രാപിക്കട്ടെ കർത്താവ്. കർത്താവിനെ മഹത്വപ്പെടുത്തട്ടപ്പ. എൻ്റെ ദൈവമേ, കിടക്കയിൽ കിടക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവർ, ഒന്ന് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ, സ്വന്തം കാര്യം ചെതിർപ്പാൻ കഴിയാതെ കർത്താവെ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ജീവിതങ്ങൾ, വേദനയോടായിരിക്കുന്ന തൻ്റെ മക്കളോട് മനസ്സലിയണമേ, കരുണ തോന്നണമേ അപ്പാ. അവിടുന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലപ്പാ. അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു വന്ന് ആര് കരഞ്ഞിട്ടുണ്ടോ അവരുടെ കണ്ണുനീര് പൂർണ്ണമായും തുടച്ചൊരു ദൈവമാകിയാൽ നാഥാ, നീ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾക്ക് സകലത്തിനും മതിയായ കർത്താവ് ഉള്ളതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. എല്ലാ വിഷയം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവ്. സകലരും നഷ്ടപ്പെട്ട് ഹല്ലേലൂയ കർത്താവേ, ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ നെടുവീർപ്പോടെ കഴിയുന്ന ജനസമൂഹത്തിൻ്റെ നടുവിലാണ് ഞങ്ങളായിരിക്കുന്നത് കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനെങ്കിലും ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരാശ്വാസവും വിടുതലുമായി തീരട്ടപ്പാ. എല്ലാം അവർക്ക് നൽകി ദാനമായി കൊടുത്ത് സന്തോഷത്തോടെ മുൻപോട്ട് ജീവിക്കാനുള്ള കൃപ കൊടുത്ത് മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സമാധാനത്തിൻ്റെ ദൈവമാ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാ, കരം പിടിച്ച് നടത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. ഞങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി കാവൽ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല ദൈവം ഓരോ മക്കളുടെ നടുവിലും ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദി അപ്പം, നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ ഓർക്കുന്നു. ഓരോ ഭരണകർത്താക്കൾക്കായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യുവാൻ കൃപ നൽകണമേ കർത്താവ്. സുവിശേഷ വേലകളെ, വേലക്കാരെ ഓർക്കുന്നു കർത്താവ്. വേല സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുന്നു കർത്താവ്. എൻ്റെ മക്കളെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ആമേൻ. പൂർണ്ണമായും അവരെ വിടുവിക്കണമേ. പിന്നെയും ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയിൽ സുഷ്കാന്തിയുള്ളവരായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വലം കൈയും ഇടം കൈയും തിരിച്ചറിയാത്ത ആയിരങ്ങൾ കിടക്കുകയാണ്. ദൈവമാരെന്നറിയാൻ പറ്റാത്തവർ, ദൈവവചനത്തെക്കുറിച്ച് അറിയില്ലാത്തവർ, ഹല്ലേലൂയ ഭക്തിയുടെ വേഷം കെട്ട് നടക്കുന്നവർ. അപ്പോൾ അവരുടെ നടുവിൽ സുഷ്കാന്തിയോടെ ദൈവവചനം സംസാരിപ്പാൻ, അതിൻ്റെ പൊരുളുകളെ മനസ്സിലാക്കി കൊടുക്കുവാൻ അഭിഷേകത്തോടെ പാവപ്പെട്ട ദൈവമക്കളെ ഒരുക്കിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ വചനം കേട്ട് തൃപ്തി പ്രാപിപ്പാൻ, വചനത്തിൽ വേരൂന്നി വളരുവാൻ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ക്രിസ്തുവിന് തലയോളം വളരുവാൻ പാവപ്പെട്ട എടിയങ്ങൾക്കൊക്കെ ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ജനത്തിൻ്റെ കുരുട്ട് കണ്ണുകളെ തുറക്കണമേ കർത്താവേ. ആത്മീയ പ്രകാശം നൽകണമേ കർത്താവേ. ആ പരിശുദ്ധാത്മാവിനെ നയിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പൂർവന്മാരിൽ അയച്ച കർത്താവേ, ആ പരിശുദ്ധാത്മാവിനെ ഈ നാളുകളിൽ അയച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. യാതൊരു ബോധവുമില്ലാതെ, ദൈവത്തെക്കുറിച്ചൊരു ബോധമില്ലാതെ, വചനത്തെക്കുറിച്ചൊരു അറിവും പരിജ്ഞാനവുമില്ലാതെ ഉണ്ടായിട്ടും ഹല്ലേലൂയ അത് പൊരുളുതിരിക്കാതെ അനേകായിരങ്ങൾ ഹല്ലേലൂയ ജനത്തിനെ ഹല്ലേലൂയ കർത്താവേ അന്ധതയിലാക്കി തീർക്കുമ്പോൾ സ്വർഗമെന്നിറങ്ങണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വേദനയോടെ പ്രാർത്ഥിക്കുക കർത്താവേ. പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനു വേണ്ടിയും കഴിയില്ല കർത്താവേ. അവിടുന്ന് ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ദൈവം നീ മാത്രമാ. ഇറങ്ങിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥന വിഷയം അപ്പൻ്റെ പാദപീഠത്തിലോട്ട് സമർപ്പിക്കുന്നു. എല്ലാം ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.